എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും ആഴത്തിലുള്ള ഒരു വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതൊരു ബന്ധം തകരുമ്പോഴാകാം, ഒരു സ്വപ്നം നഷ്ടപ്പെടുമ്പോഴാകാം, അല്ലെങ്കിൽ നമ്മളുടെ കഠിനാധ്വാനത്തിന് ഫലം കാണാതെ പോകുമ്പോഴാകാം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പരാതിപ്പെടും. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് ചോദിക്കും. എന്നാൽ ആ ചോദ്യം ചോദിക്കുന്നതിന് പകരം ആ വേദനയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ്. ഓർക്കുക, വേദന എന്നതൊരു ശിക്ഷയല്ല, അതൊരു സന്ദേശമാണ്. നിങ്ങളെ കൂടുതൽ കരുത്തനാക്കാൻ, നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി തിരിച്ചറിയാൻ, നിങ്ങൾ പഴയ ആളല്ലെന്ന് മനസ്സിലാക്കാൻ പ്രകൃതി നൽകുന്ന ഒരു അവസരമാണ്. ഒരു ശില്പി ഒരു കല്ലിനെ മനോഹരമായ ഒരു ശില്പമാക്കി മാറ്റുന്നത് അതിനെ ഉളികൊണ്ട് കൊത്തുമ്പോൾ അതിനുണ്ടാകുന്ന വേദനയിലൂടെയാണ്. അതുപോലെ നമ്മുടെ ജീവിതവും വേദനയുടെ ആഘാതങ്ങളിലൂടെയാണ് കൂടുതൽ സുന്ദരമായി മാറുന്നത്. ശരീരത്തിന് വേദനയില്ലാതെ പേശികൾ വളരാത്തതുപോലെ മനസ്സിന് വേദനയില്ലാതെ നമ്മൾ വളരില്ല. ആ വേദനയെ സ്വീകരിക്കുക. അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. പരാതി പറഞ്ഞ് ആ വേദനയെ കൂടുതൽ വലുതാക്കുകയും അരുത്. പകരം വേദന ആസ്വദിക്കുക. കാരണം ആ വേദനയാണ് നിങ്ങളുടെ പരിമിതികളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ വേദനയാണ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, നിങ്ങൾ പരാതിപ്പെടാൻ തുടങ്ങുമ്പോൾ ഒരു നദിയിലെ വെള്ളം ഒഴുകുന്നത് ഓർക്കുക. ഒരു പാറ അതിനെ തടസ്സപ്പെടുത്തുമ്പോൾ അത് പരാതിപ്പെടുന്നില്ല. അത് ആ പാറയെ ചുറ്റിയോ അല്ലെങ്കിൽ അതിന് മുകളിലൂടെയോ അല്ലെങ്കിൽ അതിനെ ഭേദിച്ചോ മുന്നോട്ട് പോകുന്നു. ആ തടസ്സമാണ് അതിന് പുതിയ വഴികൾ കാണിച്ചു കൊടുക്കുന്നത്. വേദനയുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നറിയാവോ? അത് നിങ്ങളെ പുനർനിർമ്മിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. പഴയ നിങ്ങളെ പൂർണ്ണമായി മായ്ച്ച് കൂടുതൽ കരുത്തനും കൂടുതൽ അനുഭവസമ്പന്നനും കൂടുതൽ ബുദ്ധിമാനുമായ പുതിയൊരു വ്യക്തിയായി മാറാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കും. ഡോണ്ട് കംപ്ലെയിൻ, ജസ്റ്റ് എൻജോയ് യുവർ പെയിൻ, റീബിൽഡ് യുവർ സെൽഫ് എന്ന ഈ വാക്യത്തിന് അത്രയധികം ആഴമുണ്ട്. നിങ്ങളുടെ പരാതികൾക്ക് യാതൊരു വിലയുമില്ല. അതൊരു ഊർജ്ജനഷ്ടം മാത്രമാണ്. എന്നാൽ വേദനയെ ആസ്വദിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളെ സ്വയം മെച്ചപ്പെടുത്തുമ്പോൾ നിങ്ങൾ വിജയത്തിൻ്റെ അടുത്ത പടിയിലേക്ക് കടക്കുകയാണ്. ജീവിതം ഒരു മാരത്തോൺ ഓട്ടം പോലെയാണ്. അതിൽ വീഴ്ചകളും മുറിവുകളും ഉണ്ടാകും. പക്ഷേ ഈ മുറിവുകൾക്ക് നിങ്ങൾ കഥകൾ നൽകുക. ഞാൻ വീണുപോയി, പക്ഷേ എഴുന്നേറ്റു. കാരണം ഞാൻ ശക്തനാണ് എന്ന് പറയുക. നിങ്ങളെ തളർന്ന വേദനകളെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുക. ഓർക്കുക, നിങ്ങളുടെ വേദന നിങ്ങളുടെ കഴിവാണ്. പരാതിപ്പെടാതിരിക്കുക. ആ വേദനയെ സ്വീകരിക്കുക. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ കൂടുതൽ തിളക്കമുള്ള ഒരാളായി മാറുക. ഓർക്കുക, പരാതികൾ നിങ്ങളെ എവിടെയും എത്തിക്കില്ല. അവ നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന വേദനകൾ നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. ഓരോ മുറിവും ഓരോ വീഴ്ചയും ഓരോ വേദനയും നിങ്ങളെ കൂടുതൽ ശക്തനും വിവേകിയുമാക്കി മാറ്റാനുള്ള അവസരങ്ങളാണ്. നിങ്ങളെ തകർക്കാൻ വരുന്ന വേദനകളെ നിങ്ങളെ പുനർനിർമ്മിക്കാനുള്ള അവസരങ്ങളായി കാണുക. നിങ്ങളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്ന് ചോദിക്കാതെ ഇത് എന്നെ എങ്ങനെ മെച്ചപ്പെടുത്തും എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മുറിവുകൾക്ക് ഒരു കഥയുണ്ട്. അത് നിങ്ങളുടെ ശക്തിയുടെ കഥയാണ്. നിങ്ങളുടെ വേദനയെ ആസ്വദിക്കുക. കാരണം ആ വേദനയാണ് നിങ്ങളുടെ പുതിയ ശക്തിയുടെ ഉറവിടം. നിങ്ങൾ വീണുപോയ ഇടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് കൂടുതൽ തിളക്കമുള്ള ഒരു വ്യക്തിയായി സ്വയം പുനർനിർമ്മിക്കുക.